ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി ഒട്ടനെ തന്നെ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ അപകടാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കേട്ടോ. ദേവയാനിയുടെ രക്തം മുഴുവൻ മാറ്റിയാൽ മാത്രമേ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. എത്രയും പെട്ടെന്ന് ബ്ലഡ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസിനെയും കൂടെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദേവയാനിയുടെ ബ്ലഡൊക്കെ അങ്ങനെ മാറ്റി ദേവയാനി പൂർണ്ണമായും സുഖപ്പെട്ടു വരുന്ന ഒരു നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദർശിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ഉടനെ തന്നെ അമ്മയുടെ ബ്ലഡ് മുഴുവൻ എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഓർഗൻസിനെയും കൂടെ അത് ബാധിക്കും. മാത്രമല്ല, ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു റെയർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോക്ക് ഇല്ല. മറ്റെവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഡോക്ടർ. അത് കേട്ട ആദർശ് അത്രയും റെയർ ഗ്രൂപ്പ് കിട്ടാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾ അന്വേഷിക്കൂ, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും, നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വഴിയില്ലല്ലോ, അതുകൊണ്ട് ഉടനെ തന്നെ വേണമെന്ന് പറയുകയാണ് കേട്ടോ ഡോക്ടർ ആദർശിനോടായിട്ട്. ഇതിനിടയിൽ വേണു ആണെങ്കിലും വീട്ടിലെത്തിയിരിക്കുന്ന അനാമികയോടായിട്ട്, നീ ദേവയാനിയുടെ സ്നേഹം പിടിച്ചു പറ്റാനും അതുകൊണ്ട് തന്നെ ICUവിലാണെന്നൊന്നും നോക്കണ്ട, നയനയാണ് ദേവയാനിക്ക് പാലിൽ വിഷം ചേർത്ത് കൊടുത്തതെന്നും പറഞ്ഞ് ദേവയാനിയുടെ രക്തം തിളപ്പിക്കാനും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അനി തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ സ്നേഹം അഭിനയിച്ച് ദേവയാനി പോയി കാണുന്നതൊക്കെ ഉപകരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തുന്ന അനാമികയോടും രേവതിയോടും അനി കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. ദേവയാനിയുടെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ചും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്നും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ജയൻ ചോദിക്കുന്നതും തന്റെ ഗ്രൂപ്പ് ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പാണെന്നും AB നെഗറ്റീവ് ആണെന്നും അനാമിക പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്നതും അജയനും അനിക്കും ഒക്കെ ആശ്ചര്യവും സന്തോഷവും തോന്നുന്നുണ്ട്. അങ്ങനെ അവര് അനാമികയോട് ചോദിക്കുന്നുണ്ട് ബ്ലഡ് നൽകാൻ ദേവയാനിയെ സഹായിച്ചുകൂടെ എന്ന്. പക്ഷേ അനാമിക അതിന് തയ്യാറാവുന്നില്ല. അത് വെട്ടിത്തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓരോ കള്ളങ്ങളൊക്കെ തട്ടിവിടുകയാണ്. തനിക്ക് ഈയിടെ വൈറൽ ഫീവർ വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ നിന്നും ഹീമോഗ്ലോബിൻ കുറവാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തനിക്കിതിന് കഴിയില്ലെന്നൊക്കെ പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് രേവതി ആണെങ്കിലും എല്ലാവരെയും കയ്യിലെടുക്കാൻ നീ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ചോര കളഞ്ഞിട്ടുള്ള ഒരു സ്നേഹവും തനിക്ക് വേണ്ടെന്നുള്ള നിലപാടിലാണ് അനാമിക. പിന്നീട് ICUവിൽ കയറി ദേവയാനിയൊക്കെ കാണുന്നുണ്ട്. രണ്ടുപേരും കൂടി കിട്ടിയ ചാൻസ് മുതലാക്കി അനാമികയും രേവതിയും കൂടെ നയനെ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവളാണ് വല്യമ്മയ്ക്ക് വിഷം ചേർത്ത് തന്നതെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ദേവയാനിക്കാണെങ്കിലും നയനെ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. മാത്രമല്ല, എന്നെ കാണാനെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കടത്തി വിടരുതെന്നും അവരെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അതേസമയം ആദർശാണെങ്കിൽ പ്രാർത്ഥനയിൽ തന്നെയാണ്. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ആരെയെങ്കിലും കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അമ്പലത്തിൽ വെച്ച് തന്നെ നയനയോടും ആദർശ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പേടിക്കേണ്ട ആദർശേട്ടാ, ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ എനിക്കറിയാം. ഉടനെ ആദർശ് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്ക് അസുഖമൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് ആദർശ് വീണ്ടും പറയുമ്പോൾ അസുഖമൊന്നുമില്ല, മാത്രമല്ല ചെറുപ്പമാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ ഇപ്പൊ തന്നെ വിളിച്ചാലോന്ന് ആദർശ് ഇങ്ങനെ ചോദിക്കുന്നതും, വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ആള് വെളിപ്പുറത്ത് തന്നെയുണ്ട്, അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്, എന്റെ ഗ്രൂപ്പും AB നെഗറ്റീവ് തന്നെയാണെന്ന് നയന സന്തോഷത്തോടെ അറിയിക്കുകയാണ് ആദർശിനെ. ആദർശിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നു. നയൻ, അമ്മയ്ക്ക് വേണ്ട രക്തം എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്തായാലും ഇത് നമുക്കൊരു ഭാഗ്യമായി. ഈ ഒരു റെയർ ഗ്രൂപ്പ് തന്നെയാണ് എന്റെയും. അതുകൊണ്ട് ആദർശേട്ടൻ ഇക്കാര്യത്തിൽ പേടിക്കരുത് കേട്ടോ. ആദർശേട്ടൻ ഇനി ബ്ലഡ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് വേണ്ട ബ്ലഡ് ഞാൻ തന്നെ കൊടുത്തോളാമെന്ന് നയനെ ഏൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആദർശനാണെങ്കിലും ഒത്തിരി ആശ്വാസമാകുന്നുണ്ട്. നന്നായി നയനെ, ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു, പക്ഷെ നിന്നോട് മാത്രം ഞാൻ ചോദിച്ചില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ഇങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ആദർശ്. ശേഷം ഉടനെ തന്നെ ഡോക്ടറെ ചെന്ന് അറിയിക്കുന്നുണ്ട് ഈ വിവരം. ബ്ലഡിന് വേണ്ടി ഇനി വേറെ അന്വേഷണം ഒന്നും നടത്തണ്ട, നയനയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും മാച്ച് ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആഹാ, കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ മരുമകളുടെ ബ്ലഡ്, അപ്പോൾ ആ ബ്ലഡ് തന്നെ അമ്മായിയമ്മയുടെ ദേഹത്തേക്ക് കയറ്റാമല്ലേ. ആദർശനും നയനയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ദേവയാനിക്ക് വേണ്ടി നയനയുടെ ബ്ലഡ് എടുക്കുകയാണ്. എന്നിട്ട് ദേവയാനിയുടെ ഫുൾ ബ്ലഡും മാറ്റിയിട്ട് നയനയുടെ ബ്ലഡ് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു അപകടാവസ്ഥയൊക്കെ തരണം ചെയ്ത് കിടക്കുകയാണ് ദേവയാനി. പക്ഷേ രക്ഷപ്പെടും എന്നൊന്നും പറയാറായിട്ടില്ല എന്നും. ഏതായാലും നയനയുടെ രക്തമാണ് തന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നതെന്ന് ദേവയാനി ആദ്യമൊന്നും അറിയുന്നില്ല. അതിനുശേഷം ദേവയാനിയുടെ ചില ഓർഗൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വീണ്ടും ബ്ലഡൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ദേവയാനി നോർമലായിട്ട് വരുന്നുണ്ട്. വലിയ അപകടാവസ്ഥയൊക്കെ തരണം ചെയ്യുന്നുമുണ്ട്. പക്ഷേ കുറച്ചുനാള് കിടപ്പിലായി തന്നെ പോവുകയാണ് ദേവയാനി. ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഡോക്ടർ ദേവയാനിയെ
വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് കെയർ ചെയ്താൽ മതി എന്ന് പറയുകയാണ് കേട്ടോ. ആദർശ് അപ്പൊ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്താം, അതല്ലേ നല്ലതെന്ന്. അതെ, അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി. എന്നാൽ നയന പറയുന്നുണ്ട്, ഹോം നേഴ്സിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മുടെ അമ്മയല്ലേ ആദർശേട്ടാ, ഞാനില്ലേ വീട്ടില്, നമ്മുടെ അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മയുടെ ഒരു കാര്യത്തിലും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് നയന ഉറപ്പ് കൊടുക്കുകയാണ്. ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ ഒരു മരിച്ച അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. എണീറ്റ് നടക്കാനോ സ്വയം ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ തന്നെ ആയിരിക്കും കേട്ടോ ദേവയാനി. ഒരു ഗ്ലാസ് വെള്ളം പോലും നയന എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരികയാണ് ദേവയാനിക്ക്. അങ്ങനെ നയന എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് ദേവയാനിയുടെ. സ്വന്തം മകൾ എങ്ങനെയാണോ തന്റെ അമ്മയെ നോക്കുന്നത് അതിനേക്കാൾ സ്നേഹത്തിലാണ് നയന ഓരോ കാര്യങ്ങളും ദേവയാനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, പരിചരിക്കുന്നത്. ഈ സമയം ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നയനയുടെ ബ്ലഡാണല്ലോ എന്റെ ശരീരത്തിലൂടെ ഓടുന്നത്, അതുപോലെ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ലാതെ നയന നോക്കുന്നുമുണ്ട്. നയനയുടെ ഈ കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ദേവയാനിക്ക് നയനയോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ് കേട്ടോ. മാത്രമല്ല നയനയോടുള്ള ദേഷ്യം എല്ലാം അലിഞ്ഞു പോവുകയാണ് ദേവയാനിക്ക്. പോരാത്തതിന് അനാമികയും രേവതിയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്ന കുത്തുവാക്കുകളും കളിയാക്കലുകളും ഒക്കെ എല്ലാം നമ്മുടെ ദേവയാനി ഇങ്ങനെ കേട്ടുകൊണ്ട് കിടപ്പാണ്. ഒടുവിൽ ദേവയാനിക്ക് മനസ്സിലാവുകയാണ് മറ്റുള്ളവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ദേവയാനി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ആ സമയം. ജലജയൊക്കെ പറയുന്നത് ദേവയാനി കേട്ടു പോകുന്നുണ്ട്. ജലജ, ഏട്ടത്തിക്ക് ഇതൊന്നും വന്നാൽ പോരെന്നും. കാരണം എന്താന്ന് വെച്ചാ ആദർശിനോടും നയനയോടുള്ള കുശുമ്പ് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാക്ഷാൽ അയ്യപ്പ സ്വാമിയോടല്ലേ കളിച്ചത്. അനാമികയും രേവതിയും ഒക്കെ ആണെങ്കിലും ജലജയുടെ കൂടെ ചേർന്ന് ദേവയാനി കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വന്നതിലേ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരിച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നവ്യക്കിട്ട് വെച്ചത് ഇവർക്ക് വന്നതില് ഒരു കുഴപ്പവുമില്ല. ദേവയാനി ഇവരുടെ ഈ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ദേവയാനിക്കൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയും വയ്യാത്ത അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ കുറച്ചു നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും ദേവയാനി രക്ഷപ്പെടില്ല എന്ന് തന്നെ പലരും വിചാരിക്കുകയാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ അധികാരങ്ങളൊക്കെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നയനയെ ഭരിക്കാൻ ചെല്ലുകയാണ്. ജലജയും അനാമികയും ജാനകിയും രേവതിയും ഒക്കെ നയനയെ ഭരിച്ച് അവളെ വേദനിപ്പിക്കുന്നത് കാണുമ്പോൾ ദേവയാനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട്. താൻ തിരിച്ചു വരും, നയനമോളെ രക്ഷിക്കും എന്ന് തന്നെ മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ് ദേവയാനി. താമസിയാതെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവയാനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അസുഖമെല്ലാം മാറി പഴയതിലും ആരോഗ്യവതിയായിട്ട് തന്നെ ദേവയാനി തിരിച്ചു വരുന്നുണ്ട്. നയനയുടെ സ്നേഹവും കെയറും എല്ലാം ദേവയാനിയുടെ അസുഖത്തിന് മാറ്റം വരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവയാനിയുടെ മനസ്സിലെ ആ ഒരു ഇച്ഛാശക്തി, താനിങ്ങനെ കിടന്നാൽ പോരാ, തന്റെ മരുമകളെ ഇനിയും മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് കണ്ട് അത് സഹിച്ച് കിടക്കേണ്ടവളല്ല ഞാനെന്നുള്ള ഒരു ചിന്ത കൂടെ വന്നപ്പോഴാണ് ദേവയാനിയുടെ അസുഖമെല്ലാം വേഗത്തില് മാറിയത്. ആദ്യമൊക്കെ ദേവയാനി പതുക്കെ പതുക്കെയാണ് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത്. പിന്നീട് എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ജലജയും അനാമികയും ഒക്കെ പറയുന്നുണ്ട്, വല്യമ്മ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി, ഇനി ഈ വല്യമ്മയുടെ കൂടെ കൂടണം, പതുക്കെ നമുക്ക് സോപ്പിട്ടൊക്കെ നിൽക്കാം. ഇത്രയും നാളും വിചാരിച്ചത് ഇവരെണീക്കില്ലെന്നാ. ആ നയന ഒറ്റൊരുത്തി കാരണമാണ് ഇവരിപ്പോ ഇങ്ങനെയൊക്കെ എണീറ്റ് നടക്കുന്നത്. അതുപോലെ അല്ലായിരുന്നോ അവൾ അമ്മായിയമ്മയെ പരിചരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. ജലജയും അത് ശരിവെച്ചുകൊണ്ട്, ഇവൾ അമ്മായിയമ്മയുടെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ലായിരുന്നു, അങ്ങനെയല്ലായിരുന്നോ പരിചരണം, പിന്നെ എങ്ങനെ ഏട്ടത്തി എണീറ്റ് നടക്കാതിരിക്കും, ഇല്ലെങ്കിൽ ഇപ്പോ ആ കിടപ്പ് തന്നെ കിടന്നേനെ. എന്തായാലും ഞാൻ വിചാരിച്ച ഏട്ടത്തി ഒരിക്കലും ഇനി എണീറ്റ് നടക്കില്ലെന്നായിരുന്നു. എന്തൊരു അധികാരമായിരുന്നു ഇവർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ജലജയും. ഏതായാലും ദേവയാനി പതുക്കെ എണീറ്റ് തുടങ്ങിയെന്നൊക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും എല്ലാവരും ദേവയാനി കുറച്ചൊക്കെ പേടിച്ച് തുടങ്ങുകയാണ്. ദേവയാനി പഴയതുപോലെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകാൻ തുടങ്ങുമ്പോഴേക്കും ഇവരങ്ങ് കയറി പിടിക്കുകയാണല്ലോ. എന്തായാലും വീണ്ടും ഇവരെ നയനയുമായിട്ട് തെറ്റിക്കണം എന്നൊരു ചിന്ത കൊണ്ട് അനാമിക ചെന്ന് ദേവയാനിയോടായിട്ട് സ്നേഹമൊക്കെ നടിച്ചുകൊണ്ട് പറയുകയാണ്, വല്യമ്മയ്ക്ക് ഇപ്പൊ സുഖമായല്ലോ അല്ലേ, വല്യമ്മ നടക്കാനൊക്കെ തുടങ്ങിയല്ലോ. എന്റെ മനസ്സിൽ എന്ത് വിഷമമായിരുന്നെന്നറിയോ വല്യമ്മയുടെ ആ കിടപ്പ് കാണുമ്പോൾ. ഇത് കാണാനുള്ള വിഷമം കൊണ്ട് ഞാൻ വല്യമ്മയുടെ റൂമിലോട്ട് പോലും വരാറില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയം ജലജയും വന്നിട്ട് പറയുന്നുണ്ട്, ആ അതെ ഏട്ടത്തി, എനിക്കും അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു. എങ്ങനെ ഓടി നടന്ന ഏട്ടത്തിയാ ആ കിടപ്പ് കിടന്നപ്പോഴേക്കും എനിക്ക് അതൊന്നും കാണാനില്ലാത്ത ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏട്ടത്തിയുടെ മുറിയിലോട്ട് പോലും വരാറില്ല എന്ന് അനാമികയും ജലജയും തകർത്ത് അഭിനയിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിൽ രണ്ടുപേരെയും തറപ്പിച്ചൊന്ന് നോക്കുവാണ്. അനാമിക വീണ്ടും പറയാണ്, ദേ ആ നയനയുണ്ടല്ലോ, അവള് കാരണമാണ് വല്യമ്മയ്ക്ക് ഈ അവസ്ഥയെല്ലാം വന്നത്. അവൾ ആ പാലിൽ വിഷം ചേർത്ത് വെച്ചതാ വല്യമ്മയെ വീഴ്ത്താനായിട്ട് തന്നെ. വല്യമ്മ അവളുടെ ഹണിമൂൺ മുടക്കിയല്ലോ, ആ ഒരു ദേഷ്യത്തിന് അവള് തന്നെ ചെയ്തു വെച്ച പണിയാ വല്യമ്മ അത്. അത്രയ്ക്കും ദുഷ്ടയാണെന്നേ അവള്. എന്റെ വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ദേ അവൾ ഒറ്റ ഒരുത്തിയാന്നൊക്കെ പറഞ്ഞിട്ട്
ദേവയാനിയും നയനയും തമ്മിൽ വീണ്ടും തെറ്റിക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അനാമിക. ജലജയാണെങ്കിലും അതേ ലക്ഷ്യത്തോടു കൂടി തന്നെ. ശരിയാ, അനാമിക പറഞ്ഞ ശരിയാണ് ഏട്ടത്തി. ഏട്ടത്തിക്ക് വേണ്ടി കാച്ചി വെച്ച പാലാണ്. എന്ന് വെച്ചാ അത്രയും ദേഷ്യവും ശത്രുതയായിരുന്നല്ലോ അവൾക്ക് ഏട്ടത്തിയോട്. അപ്പൊ അത് തീർക്കാൻ വേണ്ടി തന്നെയാണ് വിഷം കലക്കി വെച്ച് പാല് ഏട്ടത്തിയെ കൊണ്ട് കുടിപ്പിച്ച് വീഴ്ത്താൻ നോക്കിയത്. ഇപ്പതേ ഏട്ടത്തിയെ സോപ്പിട്ട് നിർത്തി സ്നേഹം പിടിച്ചു പറ്റാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാവിധത്തിലും സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് എന്തൊരു ശുശ്രൂഷയായിരുന്നു, എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. കള്ളി, പെരുങ്കള്ളി. ഏട്ടത്തി ഇപ്പൊ തന്നെ അവളെ ഈ അനന്തപുരിയിൽ നിന്നും പറഞ്ഞയക്കണം. ശരിയാ വല്യമ്മേ, അവളിവിടെ ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ ജീവിക്കാൻ പേടിക്കണം. ഇനി അടുത്ത വിഷം ആർക്കാ എപ്പോഴാ കലക്കിത്തരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ജലജയും അനാമികയും കൂടി ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ഇതൊക്കെ കേൾക്കുന്ന ദേവയാനി പൊട്ടിത്തെറിച്ചുകൊണ്ട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, നിർത്തടി, നീയൊക്കെ എന്താ വിചാരിച്ചത് ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു എന്നോ? എനിക്ക് ഉള്ളിലെ നല്ല ബോധം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം എനിക്കറിയാം. നയന ആരാണെന്നും നിങ്ങളൊക്കെ ആരാണെന്നും എനിക്ക് ശരിക്കും മനസ്സിലായി. ഈ വീട്ടിലെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് നിങ്ങൾ. നിങ്ങളെ ഞാനിപ്പോ ശരിക്കും മനസ്സിലാക്കി. ഇനി നയനയെ കുറ്റപ്പെടുത്തി ഒന്നും എന്നോട് സംസാരിക്കാൻ വരണ്ട. നയനയെ എന്റെ മരുമകളാണ്, എന്റെ മകളാണ്. അവളുടെ രക്തമാണ് എന്റെ ഈ സിരകളിലൂടെ ഒഴുകുന്നത്. അതൊന്നും നീയൊന്നും മറന്നു പോരുത്. അതുകൊണ്ട് നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരുത്തിയും എന്റെ മുന്നിലേക്ക് ഇനി വന്നു പോകരുതെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് വെട്ടി തുറന്ന് പറയുകയാണ് ദേവയാനി. ജലജയ്ക്കോ അനാമികയ്ക്കോ ആണെങ്കിലും ആകെ പേടിയാവുന്നുണ്ട്. ഇനി ഒരിക്കലും നയനയെക്കുറിച്ച് ദേവയാനിയുടെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കാൻ പറ്റില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യം അവരപ്പം തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാവുന്നുണ്ട് അത്. അപ്പൊ ഇതുപോലുള്ള വരാനിരിക്കുന്ന നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഈ ചാനലിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്